ഏറ്റവും പ്രധാനപ്പെട്ട ഈ നാട്ടുകാരനായ ഒരു BLO ശ്രീ അനീഷിൻ്റെ വേർപാടിൽ വലിയ ദുഃഖമാണ് ഈ നാട്ടുകാർക്ക് മുഴുവനുള്ളത്. അയൽവാസികളും നാട്ടുകാരും എല്ലാവരും വലിയ ദുഃഖത്തിലാണുള്ളത്. ആ ഒരു ദുഃഖപൂരിതമായ അന്തരീക്ഷത്തെ ഒരു കോൺഗ്രസ് പാർട്ടിയുടെ നേതാവ് എങ്ങനെ മുതലെടുക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്കൊന്നും എത്ര ആലോചിച്ചാലും മനസ്സിലാവാത്തൊരു കാര്യം. വളരെ മോശമായ ഈ ഒരു സാഹചര്യത്തിൽ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി എന്ത് നെറുകേടും വിളിച്ചു പറയാം എന്ന നിലയിലേക്കാണ് കോൺഗ്രസ്സുകാർ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇതിനെ അതിശക്തമായി ഞങ്ങൾ അപലപിക്കുകയാണ്. ഈ ഒരു അന്തരീക്ഷത്തിൽ ഇത്തരം ഒരു ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ഞങ്ങൾക്കറിയില്ല. കാരണം ഇവിടെ നമ്മുടെ BLA ഉണ്ടായിരുന്നു. BLAയുമായി അനീഷ് സംസാരിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഒന്ന് സഹായിക്കണം ഈ കാര്യത്തിൽ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ രാവിലെ 10 മണി മുതൽ നമുക്ക് ഈ തൊട്ടടുത്ത പ്രദേശമായ ഏറ്റുകൊടുക്ക വള്ളത്തോൾ സ്മാരക വായനശാലയിൽ ഒരു ക്യാമ്പ് വെക്കാൻ വേണ്ടി തീരുമാനിക്കുകയും ആ ക്യാമ്പ് നടക്കുമ്പോൾ വളരെ സന്തോഷത്തോടെ അനീഷ് അത് പ്രതികരിക്കുകയും ഞാൻ അവിടത്തേക്ക് വരാം എന്ന് പറയുകയും എല്ലാം ചെയ്തത് അനീഷിനെ സഹായിക്കാൻ വേണ്ടിയാണ്. അത് നമ്മുടെ BLA നേതൃത്വം കൊടുത്തുകൊണ്ടാണ് അവിടെ ഇന്നലെ ഒരു ക്യാമ്പടക്കം സംഘടിപ്പിക്കാൻ മുമ്പോട്ടേക്ക് വന്നത്. അപ്പോൾ ഈ ഒരു അന്തരീക്ഷത്തിൽ എങ്ങനെ ഇങ്ങനെ ഒരു രാഷ്ട്രീയ പ്രേരിതമായ കാര്യം ഉയർത്തുന്നു എന്നുള്ളത് ഞങ്ങൾക്കൊന്ന് ചിന്തിക്കാൻ വേണ്ടി പോലും കഴിയുന്നതല്ല. തികച്ചും രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി നടത്തുന്ന ഈ ഒരു അപവാദ പ്രചരണം അത് ജനങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടി പോകുന്നില്ല. ഈ നാട്ടുകാരും അത് വിശ്വസിക്കാൻ വേണ്ടി പോകുന്നില്ല. കണ്ണൂരിലിരുന്ന് DCC പ്രസിഡൻറ്റിന് വേണമെങ്കിൽ എന്തെങ്കിലും വിളിച്ചു പറയാം. പക്ഷേ ഈ നാട്ടുകാരുടെ വികാരം അതല്ല. ഈ നാട്ടിലെ ജനങ്ങൾ അങ്ങേയറ്റം ഹൃദയപൂർവ്വം സ്നേഹിക്കുന്നവരാണ്. ജോർജ് മാഷുടെ കുടുംബവും അവിടുത്തെ മുഴുവൻ ആളുകളെയും ആ രീതിയിൽ പരസ്പര ബഹുമാനത്തോടെ സ്നേഹത്തോടെ കഴിയുന്നവരാണ്. അപ്പോൾ ആ ഒരു സൗഹൃദ അന്തരീക്ഷത്തെ തകർക്കാൻ രാഷ്ട്രീയ പ്രേരിതമായി ഈ ഒരു ചെറുപ്പക്കാരൻ്റെ വിയോഗം മുതലെടുക്കാൻ വേണ്ടി വരുന്നവരെ ഏത് ഭാഷയിൽ വിശേഷിപ്പിക്കണമെന്ന് ഞങ്ങൾക്ക് പറയാൻ വേണ്ടി കഴിയുന്നതല്ല. ഒരു ഭീഷണിയും ഉണ്ടായിട്ടില്ല. ഒരു ഭീഷണി ഉണ്ടായതായും നമ്മുടെയൊന്നും മുമ്പിലേക്ക് ഇതേവരെ വന്നിട്ടില്ല. ഏത് ക്ലിപ്പാണ് വിടാൻ വേണ്ടി പോകുന്നതെന്ന് ഞങ്ങൾക്ക് പറയാൻ വേണ്ടി കഴിയില്ല. അങ്ങനെ ഒരു ഭീഷണി ഉണ്ടായില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഞാൻ ഈ പറഞ്ഞത്. ഈ BLO ആയിട്ടുള്ള അനീഷിനെ സഹായിക്കാൻ വേണ്ടിയാണ് ഇവിടുത്തെ ഞങ്ങളുടെ BLA മുമ്പോട്ടേക്ക് വന്നത്. അതിനുവേണ്ടിയാണ് ഇന്നലെ ഒരു ക്യാമ്പടക്കം സംഘടിപ്പിച്ചത്. ഒരു ഭീഷണിയും ഈ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് തീർത്ത് പറയാൻ ഞങ്ങൾക്ക് സാധിക്കും.